ദേവാരൂട്ടി താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്തമാനമായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്? തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യിലാ. എന്ത് ചെയ്യാൻ മടി കാണിക്കല. നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിൽ എങ്ങനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ ഈ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എന്നിട്ട് രാവിലെ നിക്കാഹിന് മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ഞാനൊന്ന് അമ്പലം വരെ പോവുക. ഇന്ന് ആറാട്ടല്ലേ? മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ട കൊടിയിറക്കും കാണുന്ന. എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇത് നിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല് ചെല്ല്. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, വാ കുട്ടികളെ. കർത്തവ്യത് എവിടെ നിന്നാണ് വല്ലാത്തൊരു സൈറൻ? ഇതിന്നല്ല, വാഴക്കൊലയ്ക്ക് ഗ്യാസ് ട്രബിളോ? ഇതല്ല. എന്താണ് അവിടെ ഒരു സൗണ്ട്? ഇത് എവിടെ നിന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ പാറേ മാതാവേ, മസാല കൂട്ട് വാങ്ങിച്ചപ്പോ ഒരു സെൽഫോൺ ഫ്രീ. നീ ഇറങ്ങി കൊണ്ടുവന്നേ. ദവന്മാരായിരിക്കും. എന്താ എന്തേ നീ? ഇതാരിന്റെയാണ് ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബാ? 9:30 പൊട്ടും. ഏതോ സപ്പറിന്റെ മെസ്സേജാ. MLA മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും മടിക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാടാ നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് പൊട്ടിത്തെറിക്കും. പൊന്ന കഴിവറ മോനെ, ഇതിനിടയ്ക്ക് നീ അതും പഠിച്ചോ? കോപ്പേ, ഈ ഫോണിൽ പറഞ്ഞാ തന്റെ കുട്ടി സാഹിബിന്റെ ഫോണാ ഇത്. എന്തെന്ന് സെർച്ച് ചെയ്യാനുണ്ടോ? അമ്പലപ്പറമ്പിൽ മനുഷ്യന്മാര് ബന്ധു ബെണ്ണിരാകാൻ പോണ്. അന്ന ബയലെടുത്ത് അച്ഛൻ എന്റെ മോനെ വേണേ ഈ കൊണ്ടുവയ്ക്കോ. അതിനു മുമ്പ് ആ ബോംബ് പൊട്ടാണ്ടിരിക്കുന്ന ബൈ നോക്കിയെങ്ങായി. പുല്ലേ, ബോംബും വെടിയൊക്കെ പൊട്ടു നോക്കാൻ അവിടെ പോലീസുകാരുണ്ട്. താനും മോനും കൂടി വലിയ ഏമാൻ കളിയൊന്നും വേണ്ട. ഇയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റോ. എന്തിന്? എന്താ എന്റെ പേരിലെ കേസ്? കേസ് അറിഞ്ഞാൽ താൻ ജീപ്പിൽ കയറത്തോളല്ലയോ? അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ധൈര്യം ഉണ്ടെ കൊണ്ടുപോ, കാണട്ടെ. ധൈര്യം ഞാൻ കാണിക്കാണ്. പുല്ലേ സാർ കിട്ടി. ഇത് ചതിയാണ്. മണി 9:20. 10 മിനിറ്റ് കൂടി ഉള്ളൂ. ആൾക്കാരോട് പുറത്തേക്ക് പോയിക്കോളാൻ പറയൂ. ശരി. ആശ്രമത്തിലേക്കാണോ? അല്ല, ഉത്സവ കമ്മിറ്റി ഓഫീസ് കാണും. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകണം. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നു ഈ അടിയുമ്പോളൂ. ഒരു കാര്യം ചെയ്യും, അബുവിനോട് എന്റെ വീടോട്ട് വരാൻ പറ. അവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് ഇപ്പൊ അയാളെ വേണമെങ്കിൽ മാറ്റിയിട്ടുണ്ടാവും. അബു വരുന്നു. ഡോക്ടർ, അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരോടും മാറിക്കോളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദ്രൊക്കെ എവിടെ? അയ്യോ എന്റെ ഭഗവതി! ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്. എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. ബോംബ് വെച്ചിട്ടുണ്ട്. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്. ആൾക്കാരോട് ഓടി മാറാൻ പറ. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഓടിക്കോ. പടച്ചവൻ വിചാരിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പടച്ചോനല്ല, ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താൻ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. നിങ്ങൾ എന്നെ പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല.
ആകയാൽ തളിയൂർ ദേവീ ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും 1-ാം പ്രതി തട്ടാൻ കൊല്ലിയിൽ TM അബൂബക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. വിധി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അബൂക്ക, എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു പരത്തിയത് ഞാനും വിശ്വസിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. പൊറുക്കണം. സാരമല്ല രവി, നിന്റെ സ്ഥാനത്ത് ആരായാലും അത് തന്നെ ചെയ്യും. അബൂബക്കർ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും. അവരുടെ കൂട്ടത്തിൽ ഇപ്പം നീ ഒരാൾ കൂടി. സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാ സാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം. അതാണ് എൻ്റെ ലക്ഷ്യം. അബുവിന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നതും. പക്ഷേ അന്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും നമ്മൾ നിർത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് അന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെയും മതത്തിന്റെയും പേരിൽ ഓൻ വൈതെറ്റിക്കാണ്. ഇസ്ലാമിന് നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓൻ നാളെ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് IG സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐജിനെയും സാമീനെയും മാത്രം ശിക്ഷിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാ സാഹിബിന്റെ മോനെ ഈ നാട്ടിനോടൊരു കടമുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിൽ ഒരുത്തനുണ്ട്, സപ്പർ. ഓനെയ്യെ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനിയൊരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. പ്രിയപ്പെട്ട പാർട്ടി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിം ഫെഡറേഷന് അഭിമാനിക്കാവുന്ന ഒരു സുദിനമാണിന്ന്. അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇക്കാലം എത്രയും കേരളത്തിലെ ഇരുമുന്നണികൾക്കും കറിവേപ്പിലയായിരുന്നു കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ. ഇന്ന് ആ ചരിത്രം തിരുത്തപ്പെടുകയാണ്. ഹലോ, ആഭ്യന്തരമന്ത്രിയുടെ PA നൂർദീൻ കുഞ്ഞ് സ്പീക്കിംഗ്. പാലക്കാട് എസ്പിയോ? എന്താണോ? അല്ല, എന്താ? എന്നോട് പറഞ്ഞാ മതി. ഇന്നങ്ങോട്ട് കേറിയിട്ടല്ലേ ഉള്ളൂ. അതിന് മുമ്പ് സ്ഥലം മാറ്റം വേണമെന്ന് പറഞ്ഞാ വൈകിട്ട് എന്നെ ഒന്ന് വന്ന് നേരിട്ട് കാണ്. തിരുവനന്തപുരത്തേക്കൊന്നും നോക്കേ വേണ്ട. തെക്കോട്ട് എങ്ങോട്ട് പോയാലും പൈസ കൊടുക്കും. സ്വാമിജി കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മുടെ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് ഉറക്കെ വിളിച്ചു പറയണം, സ്വാമി ആത്മസ്വരൂപിനെ പോലുള്ളവരാണ് മുഹമ്മദ് കുട്ടി മന്ത്രിയായപ്പോ ആദ്യം കാണാൻ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടി എല്ലാ വർഗത്തിന്റെയും പാർട്ടിയാ. അകത്തേക്കിരിക്കാം. ഇല്ല, പോവാ, വൈകിട്ട് ഇത്ര ധൃതിയോ? ഇനിയിപ്പോ സ്ഥിരം ഞാൻ ഇവിടെ തന്നെയല്ലേ, എപ്പോ വേണമെങ്കിലും കാണാം. പിന്നെ അവിടെ ആശ്രമത്തിൽ ശങ്കരസ്വാമികൾക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സപ്പർ പറഞ്ഞത് ശരിയാണ്, സ്വാമി അങ്ങ് ഫിനിഷ് ചെയ്യുന്ന നല്ലതെന്ന്. ഏതായാലും ഞാൻ വൈകിട്ട് വരാം, വിശദമായിട്ട് സംസാരിക്കാം. ഹരിയോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എപ്പോ എത്തി? കുറച്ചേരായി. സ്വീകരണത്തിന്റെ തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് കരുതി. സന്തോഷം, വളരെ സന്തോഷം. ഈ ദാദാ സാഹിബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണാം, ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, ഇരുന്നാട്ടെ. മറ്റാരും ഇല്ലെങ്കിൽ എന്നായിനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. സാഹിബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല.
ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു. എന്നിട്ട് ഒപ്പിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ. ഇങ്ങളെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോട് ഒപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം, സാറേ ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ, പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പറപ്പുകേട്. അതിന് ദാദാ സാഹിബ് എന്ത് പഴിച്ചു? ചെറിയ പയ്യനാ, IAS പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നന്നായി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ? കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. അയ്യോ, ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാണോ സ്നേഹം? ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരം അല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. താനെ കൈ കൊണ്ട് നീട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവ, ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിന് മുത്തട്ടെ, ഒന്നിന് മുത്തട്ടെ. ഉമ്മ ഉമ്മ ഉമ്മ. സാഹിബ്? ഏത് സാഹിബ്? ഈടോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ, ആ കേട്ടോ കറിയാച്ചാ, പറഞ്ഞാട്ടെ. ഞാൻ സാഹിബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കുറെ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിനെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കം പോയതോടെ സാഹിബിന്റെ കാലക്കേട് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ DGP എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദ് കുട്ടിയും കറിയാച്ചനും ഒക്കെ ദാദാ സാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? ആ സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നു തമ്പുരാനില്ലേ, ഓനാരാണെന്ന്? നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ? അതോ ആറാം പറഞ്ഞ പ്രേതം കൂടിയോ? അതെന്താ ആറാം പറന്നോന്റെ പ്രേതം? ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂബക്കർ, ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ, അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങുകയായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയേ, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയേ, ആരാണ് സപ്പർ? അല്ല, എന്ത് പറ്റി? മമ്മൂട്ടി സാറേ, മമ്മൂട്ടി സാറേ, കഥ ഉറക്ക്, കഥ ഉറക്ക്. മമ്മൂട്ടി സാറേ, എന്തു പറ്റി? ഒന്നുമില്ല, പോട്ടെ മോനെ. സാർ, 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 മമ്മൂട്ടി സാർ. പോയോ? ഒന്നുകിലത് അവൻ തന്നെ, അല്ലെങ്കിൽ അത് പ്രേതം. എന്റെ സ്വാമി, അത് പറഞ്ഞാൽ തലേ കയറണ്ടേ? ചത്ത് മണ്ണോട് ചേർന്ന അബൂബക്കർ ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കഴുത്തേ പിടിച്ചെന്ന്. ആ അല്ലെന്നേ, ഇതൊന്നും അല്ല. ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കസര മുമ്പിൽ കണ്ടതിന് വെപ്രാളവും പരവേശവുമാ. സ്വാമി ഒരു കാര്യം ചെയ്യും, അങ്ങേരെ തഞ്ചത്ത് വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി ആരേലൊരു കറുത്ത അത് ജപിച്ച് കേട്ട്. ദേ നിൽക്കുന്നു.
എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയെന്നോ സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് നായ്ക്കളെ പേടിച്ചിട്ട്. അത് നമ്മക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി. പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരീക്ഷിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ? ചേട്ടാ, ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്ക് ആൾമാറാട്ടം അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് തന്നെ അല്ലായിരുന്നോ? അതിലെന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്? നിങ്ങളെന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിന? കേറി നോക്കണോ? സർ, ഇതിനെന്താ പുറകെ കയറുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടും ഉണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അബു? എത്ര മക്കളുണ്ടായെന്ന് എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്. തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവനല്ലേ ഇന്നലെ തന്റെ വേഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്? അനക്ക് തലക്ക് വെളിവില്ലടോ. ഈ എന്റെ പൊരേ കയറിയുള്ള പുറത്താക്ക്, ഇല്ലെങ്കിൽ എന്റെ കോലം മാറും. തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ? കൊച്ചു കഴിവറ മോനെ. അയ്യേ രോമം. ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് നമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരുമില്ല സർ. ആരുമില്ലല്ലേ? കമോൺ. ആ മന്ത്രിക്കോപ്പനെ ഇടിക്കണം. കിളവന്റെ താങ്ങ് മുടിക്ക താങ്ങായി പോയി. വല്ലാത്ത ബുദ്ധിമോസയ്യ കാട്ടിയത്. ആ ബഹളത്തിനിടയിൽ മുഹമ്മദ് കുട്ടിനെ പോയി കണ്ട വല്ല കാര്യം ഉണ്ടാൻ എനിക്ക്. എന്റെ കണക്കൂട്ടിൽ ഇത്തിരി ഒന്ന് പഴച്ചു. പടച്ചോൻ കാത്തോണ്ട് രക്ഷപ്പെട്ട്. കൊല വിളിച്ച് നടക്കാനുള്ള നേരവും കാലമൊന്നും ഞമ്മക്കില്ല. അളന്ന് മുറിച്ച് വേണം ഇനി ഓരോ കാര്യങ്ങളും നീക്കാൻ. ഇനി ഒരിക്കൽ കൂടെ കണക്ക് പേച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. തീ കടലാ ചുറ്റിലും പടച്ചോന്റെ കൃപ കൊണ്ട് കുട്ടിയെ ഇച്ചിരി ആയിസ ഇനി ബാക്കിയുള്ളൂ. അത് ഈ മറക്കണ്ട. അബു, പോലീസ് ജീപ്പ് പോകണണ്ടല്ല. ആകെ പുലിവാലായനെ. പടച്ചോൻ കാത്ത്. മാലതി പോയോ? പോയി. നാളെ വൈകിട്ടത്തെ വണ്ടിക്ക് ആതിരെ കയറ്റി വിടാന്ന് പറഞ്ഞേ. ആതിര വരുന്നു എന്ന് കേട്ടപ്പോ മുഖത്തിനെന്താ ഒരു തിളക്കം? മരിച്ചു ജീവിച്ചതല്ലേ രാഘവേട്ട. ഇനി ഈ ജന്മം കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? ഈ വിവരം അറിയുമ്പോ അവൾക്ക് എന്ത് സന്തോഷായിരിക്കും. എന്റെ ഈശ്വര, ഇത് ഏത് ലോകത്താ? ഇതുവരെ റെഡിയായില്ലേ? ബസ്സിന് നേരാവുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അബൂക്ക, നീ എന്നെ കളിപ്പിക്കില്ലല്ലോ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മണി 5:30 ഇനി ഇറങ്ങാറായില്ലേ മോളെ? ഇറങ്ങാച്ച. എനിക്ക് അബുവിനൊന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ ഈ തളർന്ന ശരീരം വെച്ചോണ്ട് എങ്ങനെ അവിടം വരെ വരിക? എന്റെ അനുഗ്രഹങ്ങൾ അവനെ അറിയിക്കണം. മാലതി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോണില്ല അല്ലേ? ഇല്ല, ഞാൻ 2 ദിവസം അമ്മമ്മയുടെ കൂടെ നിന്നിട്ടേ പോണുള്ളൂ. ആതിര ചേച്ചി ഞാൻ ബസ് കയറ്റി വിട്ടോളാം. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സാ, അപ്പൊ തിരക്കുണ്ടാവില്ല. വിഷമിക്കണ്ട, ഞാൻ സ്ഥിരം പോണതല്ലേ. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. അച്ഛൻ ബസ് സ്റ്റാൻഡിലുണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട മോളെ, ഇറങ്ങാൻ നോക്ക. 1 മിനിറ്റ്. ആതിരവാരസ്യാർ ഇപ്പോ സുമംഗലിയാ. അഡ്രസ് കുറിച്ചൊന്ന് കയ്യിലുണ്ടല്ലോ. മാലതയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റന്നാൾ അങ്ങ് എത്തും. അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടുന്ന് രാത്രി വണ്ടി കയറി കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിലെത്തി സുബേദാരെ കണ്ട ആളല്ലേ? പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സന്തോഷം മനസ്സിൽ മതി, മുഖത്ത് വേണ്ട. പുറത്താരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ സമയേ, എന്നാ ഞാൻ പോയിക്കോട്ടെ. മാലതിയുടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ? പേടിക്കണ്ട,
അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാം. അതേന്നെ, കുട്ടി സാഹിബിന്റെ സംശയം ശരി തന്നെയാ. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓനെ കാണാൻ തന്നെ പോവാ. ഇന്നലെ വരെ പൊട്ടു തൊടാതെ വെള്ള സാരി ഉടുത്തോണ്ട് നടന്ന പെണ്ണ് ഉടുത്തൊരുങ്ങി മണവാട്ടിയെ പോലല്ലേ ബസ്സിൽ വന്ന് കയറിയത്. ആ ഓക്കേ. എന്താ അർജന്റായി വിളിപ്പിച്ചേ? തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോ എന്താടോ കോപ്പേ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ വാര്യ പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്. ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലയെ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച പോലെ കപ്പടാമീശയം വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവമരണ പോരാട്ടം നടത്തിയിട്ടാ നമ്മൾ ഈ അബുവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാ സാഹിബും മകനും നമ്മുടെ അന്തകരായിരിക്കും. അത് ഓർത്തോ? നമുക്ക് സപ്പറ വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ. കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ പോയി പിക്കപ്പ് ചെയ്തോളാം. അബുവോ? ആള് ഇപ്പോഴേ ഇവിടെ വന്നിരിക്കുകയല്ലേ. പിന്നെ ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. മാലതിയ ആതിര കാലത്ത് 6-ന്റെ വണ്ടിക്കെത്തും. അബുവിനോട് അതിരാവിലെ ഇങ്ങ് എത്താൻ പറയണമെന്ന്. ഇവിടെ ഒരാൾ തലേന്നേ വന്ന് കാവലിരിക്കുന്ന കാര്യം അവളുണ്ടോ അറിയുന്നു. ഇനി 6 മണി വരെ എങ്ങനൊന്ന് തള്ളി നിൽക്കും ഇല്ലേ അബൂക്ക? പോടാടുന്നു. ഇങ്ങനൊരു പ്രണയം ലോകത്ത് മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും അബു? സംശയമാണ്. പ്രണയാനന്തര മരണവും പിന്നെ മരണാനന്തര പ്രണയവും. ഗ്രേറ്റ്. എന്തു പറ്റി? റോഡ് ബ്ലോക്കാ. സമാഗമയാമം യാമം പുനഃസമാഗമയാമം മനസ്സിലെ മോഹം മഴയായി പെയ്യും മദകര ശൃംഗാരയാമം മദകര ശൃംഗാരയാമം സമാഗമയാമം യാമം പുനഃസമാഗമയാമം. തേടി രജനീശലഭങ്ങൾ വന്നു തേനുള്ള പൂവുകൾ തേടി രജനീശലഭങ്ങൾ വന്നു അനുരാഗ സ്വപ്നങ്ങൾ ചൂടി അഭിലാഷ
രാഗമയാ